സാമൂഹ്യക്ഷേമ പെൻഷൻ വർധനവടക്കം പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് കടന്നുപോയത്. ഭൂനികുതിയും കോടതി ഫീസും അടക്കം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നിലവിലുള്ള ഭൂനികുതി സ്ലാബുകളിൽ 50% വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭൂനികുതി പരിഷ്കരണത്തിലൂടെ 100 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള നികുതി സ്ലാബുകളിൽ 50% വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിസ്ഥാന നികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ഒരാറിന് 5 രൂപ എന്നുള്ളത് 7.5 രൂപയായി മാറും. ഉയർന്ന സ്ലാബ് നിരക്കായ ഒരാറിന് 30 രൂപ എന്നുള്ളത് 45 മാറും. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയും പുനഃക്രമീകരിക്കുന്നതാണ് ബജറ്റിലെ മറ്റൊരു പ്രഖ്യാപനം. വില അനുസരിച്ചാകും നികുതിയിൽ മാറ്റം വരിക. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8% നികുതിയും 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 10% നികുതിയും ഈടാക്കും. ഈ നികുതി വർധനവിലൂടെ 30 കോടി രൂപയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതിയും പരിഷ്കരിച്ചിട്ടുണ്ട്. സ്റ്റേജ് കാരേജ് വാഹനങ്ങളുടെ നികുതി 10% കുറച്ചു. 15 വർഷം കഴിഞ്ഞ ബൈക്ക്, മുച്ചക്ര വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോടതി ഫീസും കൂട്ടിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഹെബിയസ് കോർപ്പസ് പൊതു താൽപര്യ ഹർജികൾക്ക് നിലവിലുള്ള ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. സർക്കാർ ഭൂമിയുടെ പാട്ടത്തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 150 കോടിയുടെ അധിക വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കോടതി ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്.